പിന്നെ നേരത്തെ സാർ പറഞ്ഞ ഒരു ചെറിയ തിരുത്തം ക്യാമ്പസുകളിൽ KSU ആരെ കൊല്ലുവാനോ ഒന്നും KSU പറയാറില്ല. KSU ആ നടപടിയിലേക്ക് ഇതുവരെ പോയി. അവർ ഇടിമുറികളാക്കി മാറ്റുന്നു. അതിനെതിരെയാണ് KSU ശബ്ദം ഉയർത്തുന്നത്. KSU രാഷ്ട്രീയ കൊലപാതകം നടത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കാലഘട്ടത്തിൽ SFI ഉയർന്നു വരുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ SFI കേരളത്തിലെ ക്യാമ്പസുകളിൽ കരുപിടിച്ചത് KSUവിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊണ്ടും അക്രമം കൊണ്ടും തന്നെയാണ്. അതൊന്നും തർക്കമില്ല. ലിസ്റ്റ് എടുക്കണോ? നമസ്കാരം. 1973 ബ്രണ്ണൻ കോളേജിൽ സഖാവ് അഷ്റഫ്, 79 തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ PK രാജൻ, 82 പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ CV ജോസ്, 84 ഈ കേസിലെ സാക്ഷിയായിരുന്ന MS പ്രസാദ്, 92 തൃശൂരിൽ ഇന്റർസോൺ കലോത്സവ വേദിയിൽ RK കൊച്ചനിയൻ, 2012 ഇടുക്കിയിൽ അനീഷ് രാജൻ. കത്തിയെടുത്തവരിൽ KSUക്കാരില്ലെന്ന് KPCC പ്രസിഡന്റ് ഊറ്റം കൊള്ളുമ്പോൾ കണക്കുകൾ പറയുന്നുണ്ട് ചരിത്രം. ഇനി സുധാകരനെ കേൾക്കാം. കേരളത്തില് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എത്ര വിദ്യാർത്ഥികളുടെ രക്തസാക്ഷിത്വം ഉണ്ടായി എന്ന് മാധ്യമങ്ങളൊന്ന് പരിശോധിക്കുക. മഹാഭൂരിപക്ഷം വരുന്ന കലാശാല കൊലപാതക രാഷ്ട്രീയത്തിൽ രക്തസാക്ഷികളായവർ KSUക്കാരാണ്. ഒരിക്കലും KSUക്കാർ കത്തിയെടുത്ത് മുൻകൈയെടുത്ത് SFIക്കാരെ കുത്താനും വെട്ടാനും പോയ ഒരു ചരിത്രം കേരളത്തിലെ ഒരു കോളേജുകളിലും ഉണ്ടായിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ എനിക്ക് സാധിക്കും. ധീരജ് ഒരു പുതിയ പേരാണ്, പട്ടികയിലെ ഒടുവിലത്തേത്. അടുത്ത കുരുതിക്ക് ശേഷം കണക്ക് പറയുമ്പോൾ കേരളത്തിന് ഓർത്തെടുക്കാൻ എളുപ്പത്തിലൊരു പേര്. അവിടെ ഒരു നിമിഷം ആ മരണത്തെ അപലപിച്ചു തുടങ്ങാനുള്ള ഒരു രാഷ്ട്രീയ മര്യാദ കാണിക്കേണ്ടതുണ്ടായിരുന്നു ഇന്ന് ഈ ദിവസം KPCC അധ്യക്ഷൻ. അല്ല, നമുക്ക് വിഷയത്തിൽ നിന്ന് ശരി അല്ല, ഞാൻ സമ്മതിച്ചു. പക്ഷേ താങ്കൾ അതിനിടയിൽ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു.